നമ്മളിപ്പം ഇലക്ട്രോണിക് സെക്ഷനാണ് എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ അങ്ങനെ വെച്ചാൽ നമ്മുടെ ഈ കോഴ്സിലെ 4th മൊഡ്യൂളാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസസ്. അതൊന്ന് മൊഡ്യൂൾ എന്തൊക്കെ പോർഷൻസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളതെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാം. നിങ്ങളുടെ സിലബസ് നോക്കിയാൽ നിങ്ങളുടെ 4th മൊഡ്യൂൾ ഫസ്റ്റ് തന്നെ വരുന്ന ഒരു ടോപ്പിക്ക് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആണ്. അപ്പം ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പോഴുള്ള ഈ ഒരു നാനോ ടെക്നോളജി വരെയുള്ള ആ ഒരു ഡെവലപ്മെന്റ്, ഇലക്ട്രോണിക് സെക്ഷൻസിലെ ഡെവലപ്മെന്റ് വിത്ത് എ ടൈം ലൈൻ. ഓക്കെ, അത് ഓരോ ഇയർ വെച്ചിട്ട് ആ ഓരോ ഇയറിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റുകൾ ഉണ്ടാവും. ഓരോ ഇയറിലും ഈ ഒരു ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, അത് എന്താണെന്ന് പോയിന്റ് ആയിട്ട് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അത് കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവല്യൂഷൻ ഒന്ന് നോക്കാം. 1883 തോമസ് ആൽവ എഡിസൺ ഡിസ്കവേർഡ് ഇലക്ട്രോണിക്സ് വിൽ ഫ്ലോ ഫ്രം വൺ മെറ്റൽ കണ്ടക്ടർ ടു അനദർ ത്രൂ വാക്വം. അതായിരുന്നു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഇലക്ട്രോണിക്സ് ഫീൽഡിന്റെ ഒരു സ്റ്റാർട്ടിങ്, ഒരു ഇൻവെൻഷന്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നായിരുന്നു. തോമസ് ആൽവ എഡിസൺ ഡിസ്കവേർഡ് ഇലക്ട്രോണിക്സ് വിൽ ഫ്ലോ ഫ്രം വൺ മെറ്റൽ കണ്ടക്ടർ ടു അനദർ ത്രൂ വാക്വം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എഡിസൺ എഫക്ട്. അതിനാണ് നമ്മൾ എഡിസൺ എഫക്ട് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഇയർ 1883 ആണ്. ഓക്കെ, അതായിരുന്നു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഏറ്റവും ഫസ്റ്റ് ഉള്ള ഒരു ഇവന്റ്. ഇതിലാണ് ഇലക്ട്രോണിക്സ് എന്നൊരു ഫീൽഡിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വന്നത്. ഓക്കെ, then 1904 John Fleming applied Edison effect in investing 2-element electron tube called vacuum diode. ഓക്കെ, അപ്പം 1883 എഡിസൺ എഫക്ട് കണ്ടുപിടിച്ചു. പിന്നെ അതിന്റെ മുകളിൽ കുറെ പരീക്ഷണങ്ങളും കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് ഒരു 1904 ആകുമ്പോഴേക്ക് ജോൺ ഫ്ലെമിംഗ് അപ്ലൈഡ് എഡിസൺ എഫക്ട് ഇൻ ഇൻവെർട്ടിംഗ് 2-element electron tube called vacuum diodes. വാക്വം ഡയോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇത് 2 ഇലക്ട്രോൺ ട്യൂബ് ആയിരുന്നു. ഇനി 1906 എത്തുമ്പോഴേക്ക് എന്താ, ലീ ഡി ഫോറസ്റ്റ് ഡെവലപ്ഡ് 3-element ട്യൂബ് നോൺ ആസ് വാക്വം ട്രയോഡ്. 1904 എഡിസൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2-element ഇലക്ട്രോൺ ട്യൂബ് ആയിരുന്നു, അത് വാക്വം ഡയോഡ് ആണ്. ആൻഡ് ഇൻ 1906 ഡി ഫോറസ്റ്റ് എന്താണ് ഇൻവെന്റ് ചെയ്തതെന്ന് വെച്ചാൽ 3-element ട്യൂബ് നോൺ ആസ് വാക്വം ട്രയോഡ്. ടെലിഗ്രാഫ്, ടെലിഫോൺ എക്സെട്ര. ഓക്കെ, അപ്പം വാക്വം ട്രയോഡിന്റെ ഇൻവെൻഷൻ വന്നതിന് ശേഷമാണ് നമ്മുടെ റേഡിയോ, ടെലഗ്രാഫ്, ടെലിഫോൺ അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, 1906 റേഡിയോ, ടെലഗ്രാഫ്, ടെലിഫോൺ അതൊക്കെ ഇൻവെന്റ് ചെയ്തത്. അതിന്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ നമ്മുടെ വേൾഡിലേക്ക് വന്നത്. അതൊരു വലിയൊരു റെവല്യൂഷൻ ആയിരുന്നു ഇലക്ട്രോണിക്സ് സെക്ഷനിൽ. ഓക്കെ, ദെൻ 1927 ആകുമ്പോഴേക്ക് in 1927 Bell Laboratories demonstrated first television. 1927 ഫസ്റ്റ് ടെലിവിഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് in Bell Laboratories. Okay, and 1947 transistor was invented by John Bardeen, William Shockley, Walter Bardeen. It reduces the size of electronics devices. So 1947 ട്രാൻസിസ്റ്റർ ഇൻവെന്റ് ചെയ്തത്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് സെക്ഷനിൽ ഒരു മേജർ കോമ്പണന്റ് ആണ് അല്ല, ഇലക്ട്രോണിക് സർക്യൂട്ട് എടുത്താൽ ഒരു മേജർ കോമ്പണന്റ് ആണ്. അപ്പൊ ട്രാൻസിസ്റ്ററിന്റെ ഇൻവെൻഷൻ 1947 ഓക്കെ, അപ്പൊ ട്രാൻസിസ്റ്ററിന്റെ ഇൻവെൻഷൻ വന്നതോടുകൂടി എന്താണ്, ഇറ്റ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്. അതിനു മുന്നേ വരെ ഉണ്ടായിരുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ബിഗർ ഇൻ സൈസ് ആയിരുന്നു. ഓക്കെ, വലിയ വലിയ കോമ്പണന്റ്സ് ആയിരുന്നു അതിൽ യൂസ് ചെയ്തിരുന്നത്. ബട്ട് 1947 എപ്പോഴാണോ ട്രാൻസിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിനുശേഷം എന്താണ്, ഈ ഇലക്ട്രോണിക്സ് ഡിവൈസസിന്റെ സൈസ് റെഡ്യൂസ് ചെയ്തു. മീൻസ് നമുക്കത് ചെറിയ സൈസിൽ അത് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഓക്കെ, ദെൻ 1956 തൈറിസ്റ്റർ ഓർ SCR ഇൻവെന്റഡ്. പിന്നെ ഫർദർ കുറെ എക്സ്പെരിമെന്റ്സും കുറെ സ്റ്റഡീസും കഴിഞ്ഞിട്ട് 1956 തൈറിസ്റ്ററും SCR ഇൻവെന്റ് ചെയ്തു. ഓക്കെ, ആൻഡ് 1958 Jack Tilby of Texas Instruments introduced the idea of integrated chips. അതൊരു വലിയ റെവല്യൂഷൻ ആയിരുന്നു. IC ചിപ്സ് കേട്ടിട്ടില്ലേ? ഇന്റഗ്രേറ്റഡ് ചിപ്സ്, IC കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ,
and chip fabrication advanced in the form of SSI, MSI, LSI, VLSI and ULSI. അപ്പോഴെന്താണ് ആദ്യമൊക്കെ ഒരു 1947 ട്രാൻസിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസിന്റെ സൈസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. ദെൻ 1956 ഒക്കെ ആകുമ്പോഴേക്ക് തൈറിസ്റ്റർ ആൻഡ് SCR ഒക്കെ ഇൻവെന്റ് ചെയ്തു. ആൻഡ് 1958 എന്ത് നമ്മുടെ IC ഇൻട്രൊഡ്യൂസ് ചെയ്തത്. IC എന്ന് പറഞ്ഞാൽ അത് വലിയൊരു റെവല്യൂഷൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസ് നാനോ റേഞ്ചിലേക്ക് സൈസിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഈ ICന്റെ ഇൻവെൻഷൻ ആണ്. അപ്പൊ IC എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു IC ഒരു ഇന്റഗ്രേറ്റഡ് ചിപ്പ് തന്നെ ലാർജ് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് പിന്നെ ഒരു വലിയൊരു ഗ്രോത്ത് ആയിരുന്നു ഇലക്ട്രോണിക് ഫീൽഡിൽ ഉണ്ടായത്. ഇലക്ട്രോണിക് ഫീൽഡിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അറ്റ് ദ സെയിം ടൈം ഇലക്ട്രോണിക് ഡിവൈസസിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പം അതൊരു SSI, MSI. അതെന്താണ് SSI എന്ന് പറഞ്ഞാൽ എന്താണ് സ്മോൾ സ്കെയിൽ ഇന്റഗ്രേഷൻ, പിന്നെ MSI മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷൻ, LSI ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ, VLSI വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ആൻഡ് ഫൈനലി ULSI അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. അത് ആ ഒരു ടെക്നോളജിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്. SSI ആണെങ്കിൽ സ്മോൾ സ്കെയിൽ ഇന്റഗ്രേഷനിലാണെങ്കിൽ ഒരു IC ചിപ്പിൽ അപ് ടു 10 ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. MSI ആകുമ്പോഴേക്ക് അതൊരു 100 ട്രാൻസിസ്റ്റേഴ്സ് ഒരു IC ചിപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. LSI ആകുമ്പോഴേക്ക് 10,000 ഒന്നിച്ച് ആഡ് ചെയ്യാൻ പറ്റും. VLSI ആകുമ്പോഴേക്ക് ഒരു 1 lakh ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ഒരു സിംഗിൾ ICയിൽ ആഡ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടായി. ആൻഡ് ഫൈനലി ULSI ആകുമ്പോഴേക്ക് മോർ ദാൻ 3 million ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് ഒരു സിംഗിൾ IC ചിപ്പിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുള്ളൊരു കപ്പാസിറ്റി എത്തി. ഓക്കെ, അതൊരു വലിയൊരു ഇൻവെൻഷൻ ആയിരുന്നു, അല്ലെങ്കിൽ അത് വലിയൊരു ചേഞ്ച് ആണ് ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രോണിക് സെക്ഷനിൽ ഉണ്ടാക്കിയത്. ഓക്കെ, ദെൻ ആ ഒരു ULSI ഒക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ ഇലക്ട്രോണിക് സെക്ഷൻ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ദെൻ 1971 ആകുമ്പോഴേക്ക് 4-bit microprocessor developed by Intel. Then 1972 അത് 8-bit microprocessor ആയി. Then 1955 ആകുമ്പോഴേക്ക് gigabit memory chip വന്നു. Then finally ഒരു 2000 ഒക്കെ ആകുമ്പോഴേക്ക് നാനോ ഇലക്ട്രോണിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പം അഡ്വാൻസ്ഡ് അത്രയും വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഒരു ചെറിയ ഇലക്ട്രോണിക് ഡിവൈസസിലേക്ക് കൊണ്ടുവരാൻ പറ്റി. വെച്ചാൽ അഡ്വാൻസ്ഡ് ടെക്നോളജീസും വന്നു, അതിന്റെ കൂടെ തന്നെ അതിന്റെ ഇലക്ട്രോണിക്സ് ഡിവൈസസിന്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. ഇതാണ് ആ ഒരു ഇവല്യൂഷൻ. സിംഗിൾ പിന്നെ ട്രയോഡ്, ദെൻ എന്താ ട്രാൻസിസ്റ്റർ, പിന്നെ തൈറിസ്റ്റേഴ്സ്, SCR ആൻഡ് ഫൈനലി IC. ആ ഒരു ഇവല്യൂഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പം ആ ഒരു എവല്യൂഷൻ മനസ്സിലായിട്ടുണ്ടോ? നിങ്ങളോട് എക്സാമിന് ചോദിക്കാം, ജസ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ്, അങ്ങനെ ജസ്റ്റ് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഈ ടൈം ലൈൻ വെച്ചിട്ട് പോയിന്റ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടില്ലേ? നെക്സ്റ്റ് ഇനി നമുക്കവിടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലേക്ക് എൻട്രി ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ഒന്ന് ജസ്റ്റ് പറയും, ഇപ്പം ഏതെങ്കിലും ഒരു സിമ്പിൾ ഇലക്ട്രോണിക് സർക്യൂട്ട് നമ്മുടെ ഡെയിലി യൂസിൽ എവിടെയെങ്കിലും കാണുന്ന ഒരു സിമ്പിൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സിന് എന്തൊക്കെ കോമ്പണൻസ് നമുക്ക് കാണാൻ പറ്റും? What are the components that are familiarized with us in a simple electronic circuits? നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അതിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്? പറയാം, നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഒരു നമ്മൾ +1 +2 ഒക്കെ പഠിച്ചു. റെസിസ്റ്റേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ഓക്കെ കറക്റ്റ്. ദെൻ റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഓക്കെ. ഡയോഡ്, ഓക്കെ. ദെൻ വേറെ എന്തൊക്കെയാ? 1-2 സാധനങ്ങളും കൂടി ഉണ്ടല്ലോ നിങ്ങൾ എപ്പോഴും കാണുന്ന. ഓക്കെ, ലേസർ, ഓക്കെ. ഈ റെസിസ്റ്റർ, ഡയോഡൊക്കെ പറയുമ്പോൾ അവിടെ 2-3 പോയിന്റുകൾ ഉണ്ടല്ലോ, കോമൺ ആയിട്ട് ബേസിക് ആയിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ. കപ്പാസിറ്റേഴ്സ്, ബാറ്ററി, ഓക്കെ റൈറ്റ്. ദെൻ സെമി കണ്ടക്ടർ, ഓക്കെ. സെമി കണ്ടക്ടർ, ഓക്കെ, അത് പറയാം. അതൊരു ബ്രാഞ്ച് ആണ്, അതിൽ പല
ഇലക്ട്രോണിക് കോമ്പണൻസും വരും. ഓക്കെ, ദെൻ ഇൻഡക്ടർ, ഓക്കെ, LED. ഓക്കെ, അപ്പം നമ്മളൊരു സിമ്പിൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ലോട്ട്സ് ഓഫ് കോമ്പണൻസ് കാണാൻ പറ്റും അല്ലേ? അങ്ങനെ എത്രയോ കോമ്പണൻസ് ഉണ്ട്. അപ്പം നമുക്കിപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രയോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ്. പല ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആയിരിക്കും. അതിൽ റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഓക്കെ, ഇതുപോലെ ബാറ്ററി സോഴ്സസ്, ഇനി LEDs കാണും, അങ്ങനെ പല സാധനങ്ങളും കാണും. അതൊക്കെ കമ്പൈൻ ചെയ്ത് ICs ഉണ്ടാവും. അതൊക്കെ കമ്പൈൻ ചെയ്തിട്ടൊരു സർക്യൂട്ടറി ആയിരിക്കും. അപ്പൊ അതാണ് അതിന്റെ മേജർ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലുള്ള മൊത്തം കോമ്പണൻസിന് they are broadly classified into two types. They are passive components and active components. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട്സിലെ എല്ലാ കോമ്പണൻസിനെയും എടുക്കുകയാണെങ്കിൽ they are broadly classified into two types. They are passive components and active components. Okay, passive components ഉണ്ട് and active components ഉണ്ട്. Okay, passive components എന്താണ്? Passive components are they by themselves are not capable of amplifying or processing electrical signals. Passive components, നമുക്ക് passive and active പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ? Passive എന്ന് പറഞ്ഞാൽ എന്താ? They are not capable of amplifying or processing electrical signals themselves. Passive components എന്ന് പറയുന്നത് അവർക്ക് ആ കോമ്പണൻസ് ഇറ്റ്സെൽഫ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനോ പ്രോസസ്സിംഗ് ചെയ്യാനോ പറ്റില്ല. അങ്ങനെയുള്ള ഇലക്ട്രോണിക് കോമ്പണൻസിനെയാണ് പാസീവ് കോമ്പണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഫോർ പാസീവ് കോമ്പണൻസ് വരുന്നത് റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്, ബേസിക് ആയിട്ടുള്ള നോളജ് ആണ്. എന്താണ് ഇലക്ട്രോണിക് കോമ്പണൻസിനെ? they are broadly classified into two types. They are passive components and active components. And passive components എന്താണ്? They by themselves are not capable of amplifying or processing electrical signals. So passive components എന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്. ഓക്കെ, ബട്ട് എന്താണ് അതിന് ഇറ്റ്സെൽഫ് എന്നുവെച്ചാൽ themselves they are not capable of amplifying or processing electrical signal. അതിന് ആ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ നമ്മൾ അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിന് ആ ഒരു പാസീവ് കോമ്പണൻസിന് ഇറ്റ്സെൽഫ് എന്ത് ചെയ്യാൻ പറ്റില്ല? ആംപ്ലിഫൈ ചെയ്യാനോ പ്രോസസ്സിംഗ് ചെയ്യാനോ പറ്റില്ല. ബട്ട് അതിൽ വേറെ പല കാര്യങ്ങൾക്കും എന്താണ് ഈ പാസീവ് കോമ്പണൻസ് മസ്റ്റ് ആയിട്ട് വേണം. ഓക്കെ, പാസീവ് കോമ്പണൻസ് മനസ്സിലായോ? Is it clear? Okay. Then comes active components. Okay, next വരുന്നത് active. പാസീവ് കോമ്പണൻസ് എന്തായിരിക്കും? പാസീവ് അങ്ങനെ പറഞ്ഞിട്ട് നേരെ കോൺട്രാക്ട് ആയിരിക്കും അല്ലേ? ആക്റ്റീവ് കോമ്പണൻസ് they by themselves are capable of amplifying or processing electrical signals. Okay, they are capable of amplifying or processing electrical signals. The types of electronic components are called active components. Okay, അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഡയോഡ്, ട്രാൻസിസ്റ്റർ, SCR എക്സെട്ര. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇലക്ട്രോണിക് കോമ്പണൻസിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ബട്ട് അതിലൊരു ക്ലാസിഫിക്കേഷൻ വന്നു അല്ലേ? റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ they are comes under passive components and diode, transistor and SCR comes under active components. Okay, അപ്പൊ ആക്റ്റീവ് കോമ്പണൻസ് എന്താണ്? ആ ആക്റ്റീവ് കോമ്പണൻസ് ഇറ്റ്സെൽഫ് അല്ലെങ്കിൽ they are capable of amplifying or processing an electrical signal. ഒരു സർക്യൂട്ടിൽ ആക്റ്റീവ് കോമ്പണൻസ് ഉണ്ടെങ്കിൽ, എക്സാമ്പിൾസ് ഡയോഡ്, ട്രാൻസിസ്റ്റർ ഓർ SCR ഉണ്ടെങ്കിൽ എന്താ ആ കോമ്പണൻസിന് അതിലുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഒന്നുകിൽ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ്സിംഗ് അതിന് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ആക്റ്റീവ് കോമ്പണൻസ്. ഓക്കെ, അപ്പൊ ഇതൊരു ബേസിക് നോളജ് ആണ്. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിപ്പം ഫ്യൂച്ചറിലൊക്കെ എവിടെയെങ്കിലും ആവശ്യം വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നോളജ് ആണ്. ഓക്കെ, പാസീവ് കോമ്പണന്റ് ആൻഡ് ആക്റ്റീവ് കോമ്പണൻസ്. ഓക്കെ, അപ്പം ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഈ മൊഡ്യൂൾ, ഈ ഫസ്റ്റ് മൊഡ്യൂൾ ത്രൂ ഔട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പാസീവ് കോമ്പണൻസും ആക്റ്റീവ് കോമ്പണൻസും തന്നെയാണ്. ഓക്കെ, ഈ മൊഡ്യൂളിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ പഠിക്കുന്നത് പാസീവ് കോമ്പണൻസ് ആണ്. റെസിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ആൻഡ് ഇൻഡക്ടറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്.
ഓക്കെ. ആൻഡ് ലാസ്റ്റ് ഹാഫ് എന്താണ്? ആക്റ്റീവ് കോമ്പണൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എന്താണ് സെമി കണ്ടക്ടർ ഡിവൈസസ് എന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ. ദെൻ ട്രാൻസിസ്റ്റർ എന്താണെന്ന് പഠിക്കുന്നുണ്ട്, ഡയോഡ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതിന്റെ ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ ഇലാബറേഷൻ ആണ് ഈ മൊഡ്യൂൾ മുഴുവൻ. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ പാസീവ് കോമ്പണൻസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സെക്കൻഡ് ഹാഫിൽ ആക്റ്റീവ് കോമ്പണൻസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഹാഫ് നോക്കാം. ഫസ്റ്റ് ഹാഫിൽ ഏതാ ഫസ്റ്റ് വരുന്നത്? പാസീവ് കോമ്പണൻസിൽ ആദ്യം പഠിച്ചത് നമ്മൾ റെസിസ്റ്റർ ആണ് അല്ലേ? അതിലിടക്ക് നമുക്ക് ഈ ഒരു ഡിഫറൻസ് നോക്കാം. നിങ്ങളോട് അധികം എക്സാമിന് ചോദിക്കുക കമ്പാരിസൺ ബിറ്റ്വീൻ പാസീവ് ആൻഡ് ആക്റ്റീവ് കോമ്പണൻസ് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പൊ അതെങ്ങനെ കമ്പയർ ചെയ്ത് പറയാമെന്ന് നോക്കാം. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, വിസിബിൾ ആവുന്നില്ലേ? ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേബിൾ കാണാൻ പറ്റുന്നില്ലേ? യെസ്. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് കോളത്തില് ഫസ്റ്റ് റോയില് വരുന്നത് പാരാമീറ്റർ ആണ്. പാരാമീറ്റർ, ദെൻ ആക്റ്റീവ് കോമ്പണൻസ് ഉണ്ട്, പാസീവ് കോമ്പണൻസ് ഉണ്ട്. ഓക്കെ. അതിൽ ഫസ്റ്റ് പാരാമീറ്റർ നോക്കിയേ, ബേസിക് ആണ്. അതിന്റെ ബേസിക് പ്രോപ്പർട്ടി അല്ലെ, ഏതിന്റെ ബേസിസിലാണോ നമ്മൾ ഇലക്ട്രോണിക് എലമെന്റ്സിനെ അല്ലെങ്കിൽ കോമ്പണൻസിനെ ഡിവൈഡ് ചെയ്തത് അതാണ് ഇവിടെ പറയുന്നത്. ആക്റ്റീവ് ആണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് പവർ ടു ദ സർക്യൂട്ട്. ഓക്കെ. ആക്റ്റീവ് കോമ്പണൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു അവർ ആ ഒരു എലമെന്റ്സിന് themselves they are capable of amplifying or processing any electrical signal. ആ ഒരു capability ഉണ്ട്. So it provides power to the circuit ആയിരിക്കും. ആക്റ്റീവ് എലമെന്റ്സ് ആണെങ്കിൽ it provides power to the circuit ആയിരിക്കും. ഇനി പാസീവ് എലമെന്റ്സ് ആണെങ്കിലോ it stores and dissipates power present in the circuit. ഈ പാസീവ് എലമെന്റ്സിന് ആ ഒരു സർക്യൂട്ടിലേക്ക് പവർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഉള്ള പവർ ഒന്നുകിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അല്ലെങ്കിൽ അത് ഡെസിപ്പേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ. സ്റ്റോറേജ് പറയുകയാണെങ്കിൽ കപ്പാസിറ്റേഴ്സിലും ഇൻഡക്ടേഴ്സിലും നമുക്ക് എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, പവർ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഒരു റെസിസ്റ്ററിൽ കൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിലെന്താ ഒരു പവർ ഡെസിപ്പേഷൻ ഉണ്ടാവും ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആക്റ്റീവ് എലമെന്റ്സ് ആണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് പവർ ടു ദ സർക്യൂട്ട്, സർക്യൂട്ടിലേക്ക് പവർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പാസീവ് എലമെന്റ്സ് ആണെങ്കിൽ ഇറ്റ് സ്റ്റോർസ് ആൻഡ് ഡെസിപ്പേറ്റ്സ് പവർ പ്രസന്റ് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ. അത് സ്റ്റോർ ചെയ്യാനും പവർ ഡിസിപ്പേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ആൻഡ് സെക്കൻഡ് പോയിന്റ്, റിക്വയർമെന്റ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ്. ഇതിലൊരു എലമെന്റ്സിന് റിക്വയർമെന്റ് ഓഫ് എക്സ്റ്റേണൽ റിക്വയർഡ്, പാസീവ് എലമെന്റ്സിന് നോട്ട് റിക്വയർഡ്. ഓക്കെ. ദെൻ ആക്ട്സ് ആസ് ആക്റ്റീവ് എലമെന്റ്സ് ആണെങ്കിൽ ദാറ്റ് ദേ ആർ ആക്ട്സ് ലൈക്ക് ജനറേറ്റേഴ്സ്. ഓക്കെ. അപ്പൊ പാസീവ് ആണെങ്കിൽ അറ്റുനേറ്റേഴ്സ് ആയിരിക്കും. അത് ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, ദേ ആർ അറ്റുനേറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ. ദെൻ കറണ്ട് കൺട്രോളബിലിറ്റി, അത് വേറൊരു പാരാമീറ്റർ ആണ്. ആക്റ്റീവ് എലമെന്റ്സ് ആണെങ്കിൽ ദേ ക്യാൻ കൺട്രോൾ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. ഓക്കെ. കറണ്ട് കൺട്രോളബിലിറ്റി ആക്റ്റീവ് എലമെന്റ്സിന്റെ കേസിലാണെങ്കിൽ ദേ ക്യാൻ കൺട്രോൾ. ഇപ്പൊ ആക്റ്റീവ് എലമെന്റ് ആണെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഡയോഡ്സ് ആണെങ്കിലും ഇപ്പൊ ട്രാൻസിസ്റ്റേഴ്സ് ആണെങ്കിലും അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കറണ്ട് ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഡയോഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണ് എങ്കിൽ അത് കറണ്ട് ഫ്ലോനെ അലോ ചെയ്യും. റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ അത് കറണ്ട് ഫ്ലോനെ ബ്ലോക്ക് ചെയ്യും. പിന്നെ അങ്ങനെ പല രീതിയിലും കൺട്രോൾ തൈറസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കറണ്ടിനെ കൺട്രോൾ ചെയ്യാം. ആൻഡ് പാസീവ് എലമെന്റ്സ് ആണെങ്കിൽ ദേ ഡു നോട്ട് എക്സിബിറ്റ് കറണ്ട് കൺട്രോളബിലിറ്റി. പാസീവ് എലമെന്റ്സിന് കറണ്ട് കൺട്രോളബിലിറ്റി പോസിബിൾ അല്ല. ഓക്കെ. ദെൻ ദ നെക്സ്റ്റ് പാരാമീറ്റർ വരുന്നത് ഡയറക്ഷൻ ഓഫ് ഓപ്പറേഷൻ ആണ്. ഡയറക്ഷൻ ഓഫ് ഓപ്പറേഷൻ അത് ആക്റ്റീവ് എലമെന്റ്സ് ആണെങ്കിൽ ദേ ആർ യൂണി ഡയറക്ഷണൽ ആയിരിക്കും. ഓക്കെ. ഒരു ഡയറക്ഷനിൽ മാത്രമേ അത് കറണ്ട് ഫ്ലോ അലോ ചെയ്യുള്ളൂ. ആൻഡ് പാസീവ് എലമെന്റ്സ് ആണെങ്കിൽ ബൈ ഡയറക്ഷണൽ ആയിരിക്കും, രണ്ട് ഡയറക്ഷനും പോസിബിൾ ആണ്. ഓക്കെ. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ കാറ്റഗറൈസ്ഡ് ആസ് നോൺ ലീനിയർ എലമെന്റ്സ് ആണ്. ഏത് ആക്റ്റീവ് എലമെന്റ്സ് നോൺ ലീനിയർ ആണ്. പാസീവ് എലമെന്റ്സ് ആണെങ്കിൽ എന്താ ലീനിയർ ആണ്. ഈ ലീനിയർ നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ?
ഇപ്പൊ ഒരു ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇലക്ട്രിക് സർക്യൂട്ടിന്റെ കേസിലാണെങ്കിൽ ഓംസ് ലോ ഒബേ ചെയ്യുന്നത് ലീനിയർ ആയിരിക്കും, ഓംസ് ലോ ഒബേ ചെയ്യാത്തത് നോൺ ലീനിയർ ആയിരിക്കും. ഓംസ് ലോ എന്താണെന്ന് അറിയോ? എവിടെ കേട്ടിട്ടുണ്ട്? നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചതാണ്. വാട്ട് ഈസ് ഓംസ് ലോ? എനിബഡി? എന്തെങ്കിലും ആ ഒരു ഇക്വേഷൻ എങ്കിലും ഓർമ്മയുണ്ട്? ആ ഒരു റിലേഷൻ, എന്തിന്റെ റിലേഷൻ ആണ് ഓംസ് ലോയിൽ പറയുന്നത്? യെസ്, ഗുഡ്. V is equal to I into R, അല്ലേ? That is, voltage is directly proportional to current, and that proportionality constant is called resistance R, അല്ലേ? അപ്പം എന്താണ്, ഒരു കണ്ടക്ടറിൽ കൂടെ നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യിക്കുകയാണെങ്കിൽ അതിന് across ഉള്ള voltage will be directly proportional to the current flowing through that conductor. Okay, and that proportionality constant, so V is directly proportional to I എന്ന് എഴുതാം. Then V is equal to നമുക്കൊരു proportionality constant വേണം, അല്ലേ? അതാണ് resistance R. അപ്പോൾ V is equal to I into R. ആ ഓംസ് ലോ ഒബേ ചെയ്യുന്നതാണെങ്കിൽ അത് ലീനിയർ എലമെന്റ്സ് ആയിരിക്കും. ലീനിയർ എലമെന്റ്സ് ഇൻ ദ സെൻസ് അത് ലീനിയർ ആയിട്ടായിരിക്കും വേരിയേഷൻസ് ഉണ്ടാകുക. ഇപ്പൊ നമുക്ക് 2-3 റീഡിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ അതിന്റെ വേറൊരു ടൈം പീരീഡിലുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഡൂയിങ് ദ എക്സ്പെരിമെന്റ്. നമുക്ക് ലീനിയർ ആയിരിക്കും വേരിയേഷൻ. ഇപ്പൊ 2-ന് 4 ആണെങ്കിൽ 4-ന് 6, ആ രീതിയിൽ അത് വേരി ചെയ്യും. ഇപ്പൊ 1, 1, 2, 2 അങ്ങനെയാ പോകുന്നെങ്കിൽ നമുക്ക് ഏത് ടൈം പീരീഡിലെ വാല്യൂ വേണമെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അല്ലെ? അത് ചെയ്യാതെ തന്നെ. അപ്പൊ അങ്ങനെ ലീനിയർ ആയിട്ടുള്ള വേരിയേഷൻ ആയിരിക്കും. നോൺ ലീനിയർ ആണെങ്കിൽ നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അതെന്താ, ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ പവർ ഗെയിൻ പറയുകയാണെങ്കിൽ ആക്റ്റീവ് എലമെന്റ്സിലാണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് പവർ ഗെയിൻ. പവർ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാസീവ് ആണെങ്കിൽ ഡു നോട്ട് പ്രൊവൈഡ് പവർ ഗെയിൻ. ഓക്കെ, ആൻഡ് ഫൈനലി എക്സാമ്പിൾസ് എന്തായാലും മസ്റ്റ് ആയിട്ട് എഴുതി വെക്കുക. Diode, transistor and op-amp, they comes under active elements, and the resistor, capacitor and inductor കൂടി ഉണ്ട് ഇവിടെ. They are comes under passive elements. ഓക്കെ, ഇവിടെ ഇൻഡക്ടർ കൂടി ഉണ്ട്, അതുകൂടി കൺസിഡർ ചെയ്യാം. ഇതാണെന്ത് കമ്പാരിസൺ ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസ്. ഇതിലൊരു ബൈ ഹാർട്ട് ഈ ഒരു ബേസിക്സ് ആണ്. നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാം മനസ്സിലാക്കി പഠിച്ചു. അപ്പൊ ഇത്ര പോയിന്റ്സ്, മിനിമം ഒരു 5 പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് പഠിക്കണം, 5 or 7. ഓക്കെ, അപ്പൊ ഈ പോയിന്റുകൾ പഠിച്ചു. എന്തായാലും എക്സാമ്പിൾ എഴുതാൻ മറക്കാൻ പാടില്ല. എക്സാമ്പിൾ എന്തായാലും മസ്റ്റ് ആയിട്ട് കമ്പാരിസൺ ആയിട്ട് എഴുതണം. ഈ കമ്പാരിസൺ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ കമ്പാരിസൺ പഠിച്ചു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് പാസീവ് കോമ്പണന്റിനെ കുറിച്ചാണ്. അത് ഏതായിരുന്നു? ഓക്കെ, നിങ്ങൾ പാസീവ് കോമ്പണൻസിന്റെ 3 എക്സാമ്പിൾ പറഞ്ഞേ, ഏതൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് പാസീവ് കോമ്പണന്റ് റെസിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. റെസിസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് റെസിസ്റ്റേഴ്സ്? ഓക്കെ, ദെൻ അതിന്റെ കൺസ്ട്രക്ഷൻ, ജസ്റ്റ് ഒരു പോയിന്റുകൾ മാത്രം മതി. ദെൻ അതിന്റെ ക്ലാസിഫിക്കേഷൻ. ഇത്രയാണ് റെസിസ്റ്ററിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ കപ്പാസിറ്ററിന്റെ കേസ് ആണെങ്കിൽ വാട്ട് ഈസ് കപ്പാസിറ്റർ ആൻഡ് അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. In a similar way, inductor, what is inductor and its construction and its classification. Okay, അതാണ് നമുക്ക് ഈ ഒരു ഹാഫ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി ഉണ്ട്. റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ അതിൽ കളർ കോഡിംഗ് വരും, അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ആൻഡ് സിമിലർ വേ കപ്പാസിറ്റേഴ്സിലും ഒരു കളർ കോഡിംഗ് ഉണ്ട്, അല്ലാതെ വേറെ പല മെത്തേഡ്സിലും നമുക്ക് അതിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും.
ആ മെത്തേഡ്സ് പറയും. ആൻഡ് ഇൻഡക്ടറിലും അതിനൊരു സ്പെസിഫിക് വാല്യൂ നമുക്ക് അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കളർ കോഡിംഗ് ഒന്നും ഇല്ല, എന്നാൽ അത് നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂസ് പറയും. ഈ റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടേഴ്സിന്റെയും സ്റ്റാൻഡേർഡ്സ് വാല്യൂസും കൂടി ഒന്ന് നോക്കി വെക്കും. അത്രയാണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടാകുക. അപ്പൊ ഫസ്റ്റ് വരുന്നത് എന്താണ്? റെസിസ്റ്റേഴ്സ്. ഓക്കെ, ഫസ്റ്റ് പാസീവ് എലമെന്റ് ആണ് റെസിസ്റ്റർ. ഓക്കെ, റെസിസ്റ്റർ നിങ്ങളുടെ കോൺസെപ്റ്റിൽ എന്താണ് റെസിസ്റ്റർ? നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വാട്ട് ഈസ് റെസിസ്റ്റർ? ഇവിടെ തന്നെ ഉണ്ട് ആ പോയിന്റുകൾ അല്ലേ? എന്താണ് റെസിസ്റ്റർ? ഓക്കെ, ഇറ്റ് റെസിസ്റ്റ് ഫ്ലോ ഓഫ് കറന്റ്. ഓക്കെ, കറന്റ് ഓവർഫ്ലോ എന്ന് പറയണമെന്നില്ല, നമുക്ക് കറന്റ് ഫ്ലോ ഏത് രീതിയിലാണ്, ഇത് റെസിസ്റ്റ് ഫ്ലോ ഓഫ് കറന്റ്, അതാണ് റെസിസ്റ്റർ. ഓക്കെ, അതെന്തായാലും ഗുഡ് ആണ് പറഞ്ഞത്. ഓക്കെ, കറക്റ്റ് ആണ്. റെസിസ്റ്റർ ഈസ് എൻ ഇലക്ട്രോണിക് കോമ്പണന്റ് അല്ലേ? അതെന്ത് ചെയ്യുന്നു? ഇറ്റ് റെസിസ്റ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ കറന്റ്. ഇലക്ട്രിക്കൽ കറന്റിന്റെ ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് റെസിസ്റ്റേഴ്സ്. നമ്മളൊരു സർക്യൂട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട് കാണിച്ചിട്ടുണ്ടായി. അതിലെന്താ, ജസ്റ്റ് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു, ബാറ്ററി ഉണ്ടായിരുന്നു, അതിന്റെ റെസിസ്റ്റർ ഉണ്ടായിരുന്നു, അതിന്റെ കണ്ടക്ടിങ് വയേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു കണ്ടക്ടിങ് വയേഴ്സിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് റെസിസ്റ്റ് ചെയ്യേണ്ടത് പല രീതിയിലായിരിക്കും അല്ലെ? റെസിസ്റ്റർ ഇപ്പൊ നമുക്ക് പല സൈസ്, റെസിസ്റ്റേഴ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ പല റെസിസ്റ്റൻസ് വാല്യൂസിൽ അവൈലബിൾ ആണ്, പല സൈസിൽ അവൈലബിൾ ആണ്, പല പവർ റേറ്റിംഗിൽ അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. അപ്പൊ റെസിസ്റ്റേഴ്സ് നമ്മൾ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ കൂടി കണ്ടക്ടേഴ്സിൽ കൂടിയുള്ള കറന്റ് ഫ്ലോ ഏത് രീതിയിൽ റെസിസ്റ്റ് ചെയ്യണം, ഏത് വാല്യൂവിൽ അത് റെസിസ്റ്റ് ചെയ്യണം, അതനുസരിച്ച് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റെസിസ്റ്റർ ചൂസ് ചെയ്യും, അത് സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ resistor is an electronic component that resists the flow of electrical current. Okay, that resists the flow of electrical current. A resistor is typically used to control the amount of current that is flowing in a circuit. അപ്പോൾ റെസിസ്റ്റർ എന്താ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ എമൗണ്ട് ഓഫ് കറന്റ് ദാറ്റ് ഈസ് ഫ്ലോയിങ് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസിസ്റ്റർ ചെയ്യുന്നത്. യൂണിറ്റ് resistance ohm symbol measured in ohms and may so അതാണ് ohm അതിന്റെ യൂണിറ്റ് വന്നത്. Okay, Ohm's law defines the fundamental relationship between current and resistance. അപ്പോൾ ജോർജ് ഓംസ് ലോ ഡിഫൈൻ ചെയ്തത് കൊണ്ടാണ് അതിലാണ് ആ റെസിസ്റ്റൻസ് വരുന്നത്. ഓംസ് ലോയിലാണ് എന്താ, ഓംസ് ലോ എന്താ പറയുന്നത്? ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറന്റ് ആ പറയുന്നത്. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. അത് വി ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടി വി ഇസ് ഈക്വൽ ടു വരുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ വരും അല്ലെ? അത് വെച്ച് ഐ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതാണ് എന്ത്, റെസിസ്റ്റൻസ് ആർ. സോ ഓംസ് ലോയിലാണ് ആ റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജോർജ് ഓമിന്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ത് ചെയ്യുന്നു, ഓം എന്ന് ആണ് കൊടുക്കുന്നത്. അത് OHM എന്ന് എഴുതും, അല്ലെങ്കിൽ ഈ ഒരു സിമ്പൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു സിമ്പൽ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് റെസിസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അറിയുന്നതാണ്, മുന്നേ പഠിച്ചതാണ് അല്ലെ? ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിള് നമുക്ക് പറയുകയാണെങ്കിൽ, ഇവിടെ ഒരു ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചിന്തിക്കാം. ഓക്കെ, ഈ ഒരു ബീക്കറിൽ കുറേ വാട്ടർ ഉണ്ട്. ഓക്കെ, ഈ വാട്ടർ ഇതിൽ കൂടെ ഫ്ലോ ചെയ്ത് ഇപ്പൊ താഴെ ഒരു ബീക്കർ ഉണ്ട് വെക്കുക, അവിടേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ, കാരണം അതിനൊരു കണക്റ്റിംഗ് പാത്ത് ഉണ്ട് അല്ലേ? ഇതുപോലെ ഫ്ലോ ഫിഗർ ക്ലിയർ ആവുന്നില്ലേ? നമ്മളിവിടെ വാട്ടർ ഉണ്ടെങ്കിൽ വാട്ടറിന്റെ ലെവല് ഈ ഒരു പാത്തിന്റെ മേലെ വരെ ഉണ്ടെങ്കിൽ
ആ വാട്ടർ ഒബ്വിയസ്ലി അതിന്റെ താഴെയുള്ള ബീക്കറിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഫിഗർ കാണുന്നില്ലേ? ഫിഗർ കാണുന്നില്ലേ? ഓക്കെ, ഞാനതൊന്ന് മനസ്സിലാകാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ എന്താ ചെയ്യാ, ഈ രണ്ട് ബീക്കേഴ്സ് നമുക്ക് വോൾട്ടേജ് ഓർ കറണ്ട് സോഴ്സ് ആയിട്ട് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു കണക്റ്റിംഗ് പാത്ത് നമുക്കൊരു കണ്ടക്ടർ ആയിട്ട് എടുക്കാം. ഇങ്ങനെയാണെങ്കിൽ അവിടെ ആ പാത്തിൽ വേറെ ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യും, ബീക്കർ 1 എന്ന് ബീക്കർ 2ലേക്ക് കറണ്ട് വാട്ടർ ഫ്ലോ ഉണ്ടാവും. ആ ഫ്ലോ ഓഫ് വാട്ടറിനെ കറണ്ട് ഫ്ലോ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചു, ഈ ഒരു പാത്തിന്റെ വിഡ്ത്ത് ഇവിടെ കുറച്ചു, കാണുന്നില്ലേ? ഇവിടെ ഞാൻ ആ ഒരു പാത്തിൽ ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചു, ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിന്റെ എമൗണ്ട് കുറയില്ലേ? യെസ്. അപ്പൊ ആ ഒരു ആദ്യം സ്മൂത്ത് ആയി ഫ്ലോ ചെയ്തിരുന്ന വാട്ടർ അവിടെ ഒബ്സ്റ്റക്കിൾ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ വന്നപ്പോൾ, ഓക്കെ, ഒരു റെസിസ്റ്റൻസ് അവിടെ വന്നപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഫ്ലോ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വാട്ടർ ഫ്ലോ നമ്മൾ കൺട്രോൾ ചെയ്തു. ഈ സെയിം സെൻസ് തന്നെയാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ എടുക്കേണ്ടത്. ഓക്കെ, ഒരു സോഴ്സിൽ നിന്ന് വേറൊരു സോഴ്സിലേക്ക് ത്രൂ കണ്ടക്ടർ കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആ കണ്ടക്ടറിൽ എവിടെയെങ്കിലും റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഒരു സ്മൂത്ത് കറണ്ട് ഫ്ലോ അവിടെ റെസിസ്റ്റ് ചെയ്യുന്നു. ഇനി അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂവിന്റെ അനുസരിച്ച്, ആ വാല്യൂ അനുസരിച്ച് അതിൽ കൂടുതൽ കറണ്ട് ഫ്ലോനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ ഈ ഒബ്സ്റ്റക്കിൾ ചെറുതാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. ആ റെസിസ്റ്റൻസ് വീണ്ടും കൂട്ടി ആ ഒരു തിക്ക് വളരെ കുറച്ച് വന്നാൽ അതിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ വീണ്ടും കുറയും അല്ലെ? അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് എന്താ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര ടോപ്പിക്സ് ഇന്ന് മനസ്സിലായിട്ടില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ ഇന്ന് ഈ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങളത് നോക്കിയിരുന്ന് പഠിക്കാം കേട്ടോ. അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ പഠിക്കാം, എന്നാലും നമുക്കത് സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ.